ഹൂത്തി വിമതരുടെ ആക്രമണത്തിൽ നിന്നും ലോകരാജ്യങ്ങളുടെ കപ്പലുകളെ രക്ഷിക്കാനായി ജർമ്മനി അവിടെ വിമാനങ്ങളെ വിന്യസിച്ചിട്ടുണ്ടായിരുന്നു. ഈ വിമാനം അതായത് ചൈനയുടെ കപ്പൽ ലേസർ ആയുധം ഉപയോഗിച്ച് ഒരു ലേസർ യുദ്ധത്തിലൂടെ താഴെ ഇറക്കിയിരുന്നു. ഇത് ജർമ്മനിക്ക് വലിയ രീതിയിലുള്ള അസ്വസ്ഥത സൃഷ്ടിച്ചിരുന്നു. ഈ വാർത്ത ന്യൂസ് ഇന്ത്യ മലയാളം മാത്രമാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ കൊടുത്തിരുന്നത്. ഒരുപക്ഷെ കേരളത്തിൽ തന്നെ കൊടുത്തിരുന്നത് ചിലപ്പോൾ ഞങ്ങളായിരിക്കും. എന്തായാലും അത്തരത്തിലൊരു വാർത്ത പുറത്തു വന്നതിന് ശേഷം അതിൻ്റെ ചില ഫോളോ അപ്പുകളും കൂടെ ഇപ്പോൾ പുറത്തു വരികയാണ്. ഡ്രോണുകൾക്കും മിസൈലുകൾക്കും ശേഷം ഇനി ലേസർ യുദ്ധം തുടങ്ങാൻ പോവുകയാണ് ജർമ്മനിയും എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അതായത് ചൈനയും ജർമ്മനിയും തമ്മിൽ വലിയ രീതിയിൽ ഒരു പ്രശ്നം ഉടലെടുത്തിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അവർ തമ്മിലുള്ള സംഘർഷം ഇപ്പോൾ രൂക്ഷമാവുകയാണ്. ഇത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായിരിക്കുമെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്തായാലും സാധാരണയായി നിശബ്ദത പാലിക്കുന്ന യൂറോപ്പിലെ സൂപ്പർ പവറാണ് ജർമ്മനി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ചൈനയ്ക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ ജർമ്മനി ഉന്നയിച്ചിരിക്കുന്നത്. ജർമ്മനി അങ്ങനെ ഇങ്ങനെയൊന്നും ഒരു രാജ്യങ്ങൾക്കെതിരെയും ആരോപണങ്ങൾ ഉന്നയിക്കാത്ത ഒരു രാജ്യമാണ്. എന്തായാലും ചെങ്കടലിൽ യൂറോപ്യൻ യൂണിയന്റെ ഓപ്പറേഷൻ ആസ്പിറ്റ്സ് ദൗത്യത്തിനിടെ ചൈനീസ് നാവികസേന ലേസർ ഉപയോഗിച്ച് നമ്മുടെ വിമാനത്തെ ആക്രമിച്ചു എന്നാണ് ജർമ്മനി പറയുന്നത്. ജൂലൈ 2-ന് യമൻ തീരത്തിന് സമീപമാണ് സംഭവം നടന്നത്. ആ സമയത്ത് ഹൂത്തി വിമതരുടെ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി ജർമ്മൻ മൾട്ടി സെൻസർ പ്ലാറ്റ്ഫോം വിമാനം വ്യാപാര കപ്പലുകളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ജർമ്മൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ അഭിപ്രായത്തിൽ ചൈനീസ് യുദ്ധക്കപ്പൽ ഒരു മുന്നറിയിപ്പുമില്ലാതെ ലേസർ ഉപയോഗിച്ചു. ഇത് പൈലറ്റിന്റെ സുരക്ഷയെ അപകടത്തിലാക്കുകയും വിമാനത്തെ ജിബൂട്ടിയിലെ അതിന്റെ താവളത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ നിർബന്ധിതരാക്കുകയും ചെയ്തു എന്നാണ് ജർമ്മനി പറയുന്നത്. ഇപ്പോൾ ജർമ്മനി പറയുന്നത് ഇനി ചൈനയെ വെറുതെ വിടില്ല, ചൈനയുടെ കപ്പലുകളെയും ഞങ്ങൾ ആക്രമിക്കാൻ ഒരുങ്ങുകയാണ് എന്നുള്ളതാണ്. നമുക്കൊരു കാര്യം അറിയാം, ഇത് നമുക്ക് കണക്ട് ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ റഷ്യയുമായിട്ടാണ്. ജർമ്മനി എന്ന് പറയുന്നത് ഒരു നാറ്റോ രാജ്യമാണ്. റഷ്യയുമായി ഏറ്റവും വേഗത്തിൽ യുദ്ധത്തിൽ ഏർപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് ജർമ്മനി എന്ന് പറയുന്നത്. ചൈനയാണെങ്കിൽ റഷ്യയുടെ സാമന്ത രാജ്യമാണ്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ജർമ്മനിയുടെ ശ്രദ്ധയൊന്ന് തിരിച്ചുവിടാനാണോ ചൈനയുടെ ശ്രമം എന്ന് പോലും ലോകരാജ്യങ്ങൾ ഇപ്പോൾ സംശയിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചൈനയ്ക്ക് യാതൊരു പ്രകോപനവുമില്ലാതെ ജർമ്മനിയെ പോലൊരു സൂപ്പർ പവറിന്റെ വിമാനം ആക്രമിക്കേണ്ട യാതൊരുവിധ കാര്യവുമില്ല. എന്തായാലും ജർമ്മനി ചൈനീസ് അംബാസഡറെ വിളിച്ചു വരുത്തി ശക്തമായി അപലപിച്ചു. ഇത് വളരെ ഗുരുതരവും അസ്വീകാര്യവുമാണെന്ന് പറഞ്ഞു. ചൈനയ്ക്കെതിരെ ഇത്തരമൊരു ലേസർ ആക്രമണം ആരോപിക്കപ്പെടുന്നത് ഇത് ആദ്യമല്ല. 2020-ൽ US-ഉം 2022-ൽ ഓസ്ട്രേലിയയും ചൈനീസ് നാവികസേന തങ്ങളുടെ വിമാനങ്ങൾക്ക് നേരെ നടത്തിയ ലേസർ ആക്രമണത്തെക്കുറിച്ച് പരാതിപ്പെട്ടു. ചെങ്കടലിലെ സംഭവം ആഗോള സമുദ്രപാതകളിൽ സൈനിക ആക്രമണവും സ്വാധീനവും വർദ്ധിപ്പിക്കാനുള്ള ചൈനയുടെ തന്ത്രത്തിന്റെ ഭാഗമാകാം എന്നും മറ്റു ചില വിദഗ്ധരും ഇപ്പോൾ പറയുന്നുണ്ട്. എന്തായാലും വിദേശ വിമാനങ്ങൾക്കെതിരെ ലേസർ ഉപയോഗിച്ചതായി ചൈന ലേസർ ഉപയോഗിച്ചതായി ആരോപിക്കപ്പെടുന്നത് ഇതാദ്യമല്ല. എന്നിരുന്നാലും ചൈന എല്ലായ്പ്പോഴും അത് നിഷേധിക്കുകയും ചെയ്യുകയാണ്. ഈ സംഭവം വീണ്ടും തീവ്രമാകുന്ന ലേസർ ആയുധ മത്സരത്തെക്കുറിച്ച് ഒരു ചർച്ചയ്ക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള സൈന്യങ്ങളും പ്രതിരോധ ലബോറട്ടറികളും വായുവിലെ ലക്ഷ്യങ്ങളെ നിർജ്ജീവമാക്കാൻ കഴിവുള്ള ശക്തമായ ലേസർ രശ്മികളുടെ ഒരു പുതിയ ക്ലാസ് വികസിപ്പിക്കുന്ന തിരക്കിലാണ്. ഇത് ജർമ്മനിയും തുടങ്ങിക്കഴിഞ്ഞു. ഇത് ചൈനയ്ക്കെതിരെ പ്രയോഗിക്കാനാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡ്രോണുകളും മിസൈലുകളും നശിപ്പിക്കാൻ ലേസർ രശ്മികൾ ഉപയോഗിക്കാം. കൂടാതെ ശക്തമായ ലേസർ രശ്മികൾ ഉപയോഗിച്ച് യുദ്ധവിമാന പൈലറ്റുമാരെ അന്ധരാക്കാനും വിമാനങ്ങൾ നശിപ്പിക്കാനും കഴിയും. റഷ്യ യുക്രൈൻ യുദ്ധം മുതൽ ഇസ്രായേൽ ഇറാൻ തമ്മിലുള്ള 12 ദിവസത്തെ യുദ്ധം, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഓപ്പറേഷൻ സിന്ദൂർ വരെ എല്ലായിടത്തും ഡ്രോൺ ആയുധങ്ങൾ വലിയ തോതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതേസമയം ഡ്രോൺ വിരുദ്ധ സംവിധാനങ്ങളിൽ ലേസർ രശ്മികൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.